എല്ലാ സുഹൃത്തുക്കൾക്കും ഇൻഫോനെസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു പുത്തൻ സംരംഭമാണ്. എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി തുടങ്ങട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് 2025 ജൂൺ മാസത്തിലെ 1 തൊട്ട് 6 വരെയുള്ള ദിവസങ്ങളിലെ സമകാലീന പ്രസക്തി നേടിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യം: ലോക ക്ഷീരദിനം ജൂൺ 1. പ്രമേയം: ലെറ്റ്സ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി. എല്ലാ സ്പെഷ്യൽ ദിവസങ്ങൾക്കും അതിൻ്റേതായ പ്രമേയങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2025 യുവേഫ കോൺഫറൻസ് ലീഗ് ചാമ്പ്യന്മാരായത് ചെൽസി. മുഴുവൻ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ദിയു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. 2026 ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗിൻ്റെ വേദി അഹമ്മദാബാദ്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ടീം ഇന്ത്യക്ക് 2ാം സ്ഥാനം. 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം. 1ാം സ്ഥാനം ചൈനയ്ക്ക്. ചാമ്പ്യൻസ് ട്രോഫി കിരീടം ചൂടി PSG. പാരീസ് സെയിൻറ്റ് ജെർമെൻ. ഇതാണ് അതിൻ്റെ മുഴുവൻ നാമം. ഇവരുടെ ഫസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ്. മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ധാരാശിവ്. 72ാം ലോക സുന്ദരി പട്ടം മിസ് തായ്ലൻഡ് ഓപ്പൽ സുജാത ചുങ്ശ്രീ സ്വന്തമാക്കി. ഹൈദരാബാദിൽ നടന്ന ഗ്രാൻഡ് ഫൈനലിലാണ് ഓപ്പൽ സുജാതയെ ലോക സുന്ദരിയായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 എന്ന പദ്ധതി സംഘടിപ്പിച്ചത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരിൽ പീച്ചിയിലാണ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന വാൽമീകി ദബ്ബാർ അന്തരിച്ചു. സദേൺ എയർ കമാൻഡിൻ്റെ ട്രിവാൻഡ്രം എയർ ഓഫീസർ കമാൻഡ് ഇൻ ചീഫായി ആരാണ് ചുമതലയേൽക്കുന്നത്? എയർ മാർഷൽ മനീഷ് ഖന്ന. ട്രിവാൻഡ്രമാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 2025 കേരള സർവകലാശാല കലോത്സവത്തിൽ കിരീടം നേടിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. G7 ഉച്ചകോടിയുടെ വേദി കാനഡയിലെ ആൽബർട്ട. 2025 ജൂണിൽ ഏഷ്യയ്ക്ക് $200 നഷ്ടം വരുത്തിയ ഉക്രൈൻ ആക്രമണം ഓപ്പറേഷൻ സ്പൈഡർ വെബ്. 2024 ഉള്ളൂർ സാഹിത്യ പുരസ്കാരം നേടിയത് മഞ്ജു വെള്ളായണി. 2025 ഫോർമുല 1 സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി. പട്ടികവർഗക്കാർക്ക് വീട് പുതുക്കി പണിയാനോ പൂർത്തിയാക്കാനോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി സേഫ്. ജൂൺ മാസത്തിൽ വിഴിഞ്ഞത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് MSC എറിന. കാർഷിക മേഖലയിലെ പുരോഗതി ലക്ഷ്യമാക്കി രൂപം കൊടുത്ത കുടുംബശ്രീ പദ്ധതി കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം കേട്ടാ ഇതിൻ്റെ ഷോർട്ട് ഫോമാണ്. പോളണ്ട് പ്രസിഡന്റ് കാരൽ നവ്റോഖി. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ. 2025 IPL ജേതാക്കൾ RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് RCBക്ക് കിരീടം നേടാനായത്. മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നത് തടയാൻ നിലവിൽ വന്ന ആപ്ലിക്കേഷൻ കോബൗണ്ടർ ആപ്പ്. UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്നലീന ബേബബോക്. ഫ്രഞ്ച് ഓപ്പൺ 100 വിജയങ്ങൾ നേടിയ രണ്ടാമത്തെ താരം നോവാക് ജോക്കോവിച്ച്. 2025 ലോക പരിസ്ഥിതി ദിന പ്രമേയം. അടുത്തതും ഒരു പ്രമേയം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രമേയം ഇമ്പോർട്ടൻറ്റ്. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക. 2025 ലോക പരിസ്ഥിതി ദിന ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ. രാഷ്ട്രപതിയുടെ IDC-ആയി നിയമിതയായ നാവികസേനയിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസർ യശ്വസി സോളങ്കി. രാത്രിയിലുള്ള ഓൺലൈൻ റിയൽ മണി ഗെയിമുകൾ നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട്. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യുന്ന റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ചെനാബ് ബ്രിഡ്ജ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സംശയ നിവാരണത്തിനായി കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ താങ്ക് യു.